അപ്പോൾ ഞാൻ വള്ളത്തിൽ നിന്ന് ഇറങ്ങി. അറിയാലോ, എൻ്റെ വീട് കായലിനക്കരയാണ്. സോ വള്ളം ഈസ് ദ ഓൺലി മാർഗം ടു റീച്ച് ഔട്ട് സൈഡ്. അപ്പം ഞാൻ അങ്ങനെ ഇരുന്നപ്പം ഈ തോട്ട് ബാംഗ്ലൂർ പോവാം. ബിക്കോസ് എൻ്റെ കസിൻസ് എല്ലാം അവിടെ ഉണ്ട്. അപ്പം ഈ യാത്ര ബാംഗ്ലൂർക്കാണ്. അപ്പോൾ ഞാൻ പോകുന്ന യാത്രയെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ടീം നോക്കി നിന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവനെ കൊണ്ട് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യിക്കും. കാരണം ഞാൻ എൻ്റെ ബൈക്ക് എടുത്തിട്ടില്ല. ഞാൻ ബാംഗ്ലൂർ പോകുന്ന കാരണം ബൈക്ക് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വെക്കാനൊരു സ്ഥലമില്ല. ഇല്ല പിന്നെ പേൻ പാർക്കിൽ കൊണ്ട് വെക്കണം. സോ എന്തിനാണ് വെറുതെ മെനക്കിടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവനെ വിളിച്ച് വരുത്തി അവൻ ഡ്രോപ്പ് ചെയ്യും. ഞാൻ വന്നു. ഫൈനലി ഞാൻ ബസ്സിൽ കയറി. ഗ്രീൻ ബേർഡ് അതാണ് ബസ്സിൽ കയറി. സോ എൻ്റെ സീറ്റ് അതാണെന്നാണ് എൻ്റെ വിശ്വാസം. ബട്ട് ഐ ഡോണ്ട് നോ പ്രോപ്പറായിട്ട് ഒരു എഴുതിയിരിക്കുന്നത് എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല. സോ ഐ എം വെയിറ്റിംഗ് ഫോർ കൺഫർമേഷൻ. എൻ്റെ സ്ഥലം വിൻഡോ ആണ്. അപ്പം നമുക്കിവിടെ കട്ടനൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈവസി ഉണ്ട്. എൻ്റെ ഷെയർഡ് ബെഡാണ് ആക്ച്വലി. സോ പ്രൈവസി ഉണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ബസ്സാണ്. ഫ്രഷ് പുതിയതാണ്. ഇതിൻ്റെ സിറ്റീസൊക്കെ അടിപൊളിയാട്ടോ. സോ ഇതാണ് ഇപ്പോൾ ഞാൻ എൻ്റെ യാത്ര തുടങ്ങുക. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബാംഗ്ലൂർ എത്തുമ്പോൾ രാവിലെ 6 മണിയൊക്കെ ആവുമായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഉണ്ട് ബാക്കി. പിന്നെ എനിക്കൊരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുക, അത് കാണണം. അപ്പം അങ്ങനെ കുറച്ച് പരിപാടീസ്. അപ്പോൾ എന്തെങ്കിലും ഇനിയിപ്പോൾ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ വല്ല വാങ്ങിച്ച് കഴിക്കണം. അല്ലെങ്കിൽ എനിക്ക് വിശപ്പില്ല. പിന്നെ സ്നാക്സ് ഒന്നും അങ്ങനെ വാങ്ങിച്ചിട്ടുമില്ല. അപ്പോൾ നിർത്തുവാണെങ്കിൽ വാങ്ങിച്ച് കഴിക്കാം. ഇല്ലെങ്കിൽ കുറച്ച് നേരം എഡിറ്റൊക്കെ ചെയ്ത് സീരീസൊക്കെ കണ്ടിട്ട് ഉറങ്ങാം. അപ്പോൾ രാവിലെ ആകുമ്പം ബാംഗ്ലൂർ എത്തുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ബാംഗ്ലൂർ എത്തിയിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോസിനോട് ആഡ് ചെയ്യാം. പറ്റുന്നൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാം. എക്സ്പീരിയൻസ് ഇല്ല, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മ വേണം. അപ്പോൾ ഇനി അതൊക്കെ ഫോർഗീവ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ. സോ നമുക്ക് പുതയ്ക്കാനായിട്ടൊരു ബെഡ് ഉണ്ടാവും. ഐ മീൻ ബെഡ്ഷീറ്റ് ഉണ്ടാവും. ആൻഡ് അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം തരും. ആ വെള്ളം ഞാൻ വാങ്ങിച്ചാണ്. വെള്ളം തരും അവർ. സോ അത്യാവശ്യം നല്ലതാണ്. ഇന്ന് 1100 അത്രയും എന്താണ് കേട്ടോ ബസ് ഫെയർ. ആലപ്പുഴയിൽ നിന്ന് ബാംഗ്ലൂർ പോകാനായിട്ട്. ഞാൻ ഇറങ്ങുന്നത് മടിവാളയാണ്. ഓക്കെ, അപ്പം അവിടം വരെ പോകാനുള്ള ചാർജാണ് ഞാൻ ഈ പറഞ്ഞത്. ബസ് അടിപൊളി കേട്ടോ. എനിക്ക് സെൻറ്റർ സീറ്റ് ആയിട്ടിരിക്കുന്നത്, അതുകൊണ്ട് വലിയ കുലുക്കം ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഈ ഡബിൾ ഡെക്കറാണ്. താഴത്തുമുണ്ട്, ഇതുപോലെ താഴത്തുമുണ്ട്, കാണുന്നുണ്ടോ? അപ്പോൾ ഗൈസ് ബൈ ബൈ. വേറെ കാര്യങ്ങളുണ്ട്. അവർക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാൻ കുറേ വട്ടം ട്രാവൽ ചെയ്തിട്ടുണ്ട് ബസ്സിനൊക്കെ, സ്ലീപ്പറിനും ഇങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് കഴിക്കാൻ സ്നാക്സ് തരുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. പൊടിച്ചോട്ടെ. ബിസ്ക്കറ്റൊക്കെയാണ് തോന്നുന്നത്, പിന്നെ ചോക്ലേറ്റ്സ്. എനിവേ താങ്ക് യു. സ്നാക്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് മതി, ധാരാളം. ഇപ്പോൾ ഒരു മാടവന എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ നിർത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങി കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ സംഭവം കിട്ടുമെന്ന്. കിട്ടിയപ്പം ഭയങ്കര ഹാപ്പി. ചെറുതാണ് പക്ഷേ എന്നാലും ഭയങ്കര ഹാപ്പി. അപ്പോൾ അത്രേ ഉള്ളൂ. 2 ബോട്ടിൽ വെള്ളം എൻ്റെ കയ്യിലുണ്ട്. സ്നാക്സും ഉണ്ട്. ഇനഫ്, മോർ ദാൻ ഇനഫ് ഫോർ എ നൈറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പം എനിക്ക് എഡിറ്റ് ചെയ്യാൻ തുടങ്ങണം, സീരീസ് കാണണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് എടുത്തേ ഉള്ളൂ വണ്ടി. ഒരു 10 മിനിറ്റല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ മാടവനെ നിർത്തുവാണെങ്കിൽ ഞാൻ ഇറങ്ങിയിട്ട് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് മാടവന. ഇവിടെയാണ് ബസ് നിർത്തിയത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ കഴിച്ചില്ല. ഇത് എറണാകുളത്തെ സ്ഥലമാണ്. എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. പിന്നെ വാഷ്റൂമൊക്കെ പോയിട്ട് തിരിച്ച് ബസ്സിൽ തന്നെ കയറി വെച്ച്. ഞാൻ ഗ്രീൻ ബേർഡ് എന്ന് പറഞ്ഞ ബസ്സാണ് ബുക്ക് ചെയ്തത്. ഇതിൽ സ്റ്റാഫൊക്കെ അടിപൊളിയാണ് കേട്ടോ. സാധാരണ അങ്ങനെ എല്ലാവരും ഒരുപോലെ അടിപൊളിയാവത്തില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. പക്ഷെ ഇവർ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഇപ്പം ഞാൻ മറ്റേ മടിവാള എത്തി. അവിടെ ചായ കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എൻ്റെ ഫ്രണ്ട് വരും. അപ്പോൾ അവനൊന്ന് മീറ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പോവാൻ.
അങ്ങനെ ഞാൻ ഇവിടെ വരുമ്പം മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന റാപ്പിഡോ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ക്രൗഡ് ഞാൻ കാണിച്ചതാണ്. പിന്നെ എനിക്ക് ഇവിടുന്ന് ഒരു 1 hour ഇല്ല, 45 minutes അടുത്ത് യാത്രയുണ്ട് ഇവിടുന്ന് മടിവാളയം ട്രാഫിക് കാണിച്ചു. ഫൈനലി റൂമെത്തി. റൂം കാണിക്കാൻ പറ്റത്തില്ല, കാരണം അമ്മാതിരി ആക്രി ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. അമ്മമാരുടെ എല്ലാ സാധനവും ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ റൂം കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ റൂം എത്തി. എനിക്കൊന്ന് കുളിക്കണം. പിന്നെ ഇവിടെ അടുത്തൊരു ഉടുപ്പി ഉത്സവം എന്ന് പറഞ്ഞൊരു കടയുണ്ട്. നമ്മൾ മറ്റേ ഈ പാലക്കാടൊക്കെ ഉള്ള സോഷ്യൽ കിച്ചൺ പോലെ. അപ്പം അവിടെ പോയിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടുത്തെ മസാല ദോശ ഇഷ്ടമാണ്, പിന്നെ ഗീ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോകണം. ഇനിയിപ്പോൾ കുളിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ. ഇനി എനിക്ക് ചെയ്യാനുള്ളത് സ്പ്രേ. ഇതെൻ്റെ പെട്ട ഗിഫ്റ്റ് ചെയ്താട്ടോ എനിക്ക്. ഇതിൻ്റെ പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. മാസ്കുലിൻ്റെ ബോഡി ലോഷൻ അടിപൊളിയാട്ടോ, അടിപൊളി. എൻ്റെ വാച്ച്. Okay, so I'm taking some in cash, like liquid money കുറച്ച് എടുക്കുന്നുണ്ട് അത്യാവശ്യം. പിന്നെ എൻ്റെ ഗ്ലാസ്, മൈ ഗ്ലാസ്. Okay guys, so I'm wearing my glass. So this is my outfit. അപ്പോൾ ഇറങ്ങാം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ കഴിക്കാൻ വേണ്ടി പോകണം. ഞാൻ പറഞ്ഞില്ല ഉടുപ്പി ഉത്സവം അങ്ങനെ എന്താണ് ഹോട്ടലിൻ്റെ പേര്. ഞാൻ എപ്പോൾ വന്നാലും അവിടെ നിന്നാണ് കഴിക്കുന്നത്. വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. ഞാൻ രാവിലെ ഒന്നും അങ്ങനെ നോൺ വെജ് കഴിക്കത്തില്ല. പിന്നെ നോൺ വെജ് അങ്ങനെ പൊതുവെ താല്പര്യമില്ല. അപ്പം അവിടെ പോയിട്ട് ഞാൻ കഴിക്കുന്നത് കാണിച്ചില്ല. ഇവിടെ ട്രാഫിക് ക്രോസ് ചെയ്യാൻ ഏറ്റവും പാട് അതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ ഉടുപ്പി ഉത്സവം. സ്റ്റാൻഡ് ചെയ്ത് കഴിക്കാനേ പറ്റത്തുള്ളൂ, നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. ടേബിൾസ് ഉണ്ട്, പക്ഷെ നിന്ന് കഴിക്കണം. ക്രോസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഫൈനലി ഐ ക്രോസ്. ഞാനപ്പോൾ ബട്ടർ മസാല ദോശ ഓർഡർ ചെയ്തു. സോ ദിസ് ഇസ് ബട്ടർ മസാല ദോശ. അടിപൊളി കേട്ടോ, ഫുൾ ബട്ടറും. എൻ്റെ ഫുഡ് ഡേ കഴിഞ്ഞു. ഇനി നേരെ റൂമിലോട്ട് പോകണം. ഞാനൊരു ബട്ടർ മസാല ദോശ ഭയങ്കര ഫേവറേറ്റ് ഉണ്ട്. ഇവിടെ വരുമ്പോൾ കഴിക്കുന്നത്. നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഫുള്ള് മറ്റേ എന്താ കിഴങ്ങിനകത്ത് ബട്ടറൊക്കെ തെച്ചിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ദോശ, മൈ ഫേവറേറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് എനിക്ക് തിരിച്ച് റൂമിലേക്ക് പോകണം. പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഈ ലൈറ്റായിട്ട് സ്നാക്സ് എന്തെങ്കിലും വാങ്ങണം എന്നുണ്ട്. കാരണം ഞാൻ ഇനി ഉച്ച വരെ ഇങ്ങോട്ട് പോകുന്നില്ല. ഉച്ച കഴിയുമ്പോൾ എനിക്കൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുണ്ട്. അത് കമ്മനപ്പള്ളി പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടുന്ന് എവിടെയോ ഒരു സ്ഥലത്തോട്ട് പോകണം. ഒരു കൊറിയർ എനിക്ക് അയക്കാനുണ്ട്. കൊറിയർ അയക്കാനല്ല, കൊണ്ട് കൊടുക്കാനാണ്. അപ്പോൾ അതിന് പോകണം. അപ്പം അതാണ് എൻ്റെ ഇന്നത്തെ പരിപാടി.